ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SCERT ചാപ്റ്റർ റിവിഷനിൽ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററും അതിലൊരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പോയിൻറ്റ്സ് അടങ്ങിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരളം ആധുനികതയിലേക്ക്. കാപ്പി എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം. കാപ്പി എന്ന് പോർച്ചുഗീസുകാർ നമ്മുടെ ഒരു സ്ഥലത്തെ വിളിച്ചിരുന്നു. ഏത് സ്ഥലമാണെന്നറിയോ? കാപ്പാട്. കാപ്പിയ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമാണ് കാപ്പാട്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ എന്താ വിളിച്ചിരുന്നറിയോ? കലൈക്കുറ്റെന്നാണ്. അപ്പം കാപ്പാടിനെ കാപ്യ എന്നും കോഴിക്കോടിനെ കലൈക്കുറ്റുമെന്നുമായിരുന്നു ആര് വിളിച്ചിരുന്നത്? പോർച്ചുഗീസുകാർ. അടുത്ത പോയിന്റ്, വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാരാണ്? അൽവാരോ വൈൻഹോവ് ആണ്. അൽവാരോ വൈൻഹോവ്. ഏതു നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായിട്ട് കേരളത്തിലെത്തുന്നതെന്ന് ചോദിച്ചാൽ അത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്താണ്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് നമ്മുടെ കേരളത്തിലെ യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് എത്തുന്നത്. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരി. അപ്പോൾ കോഴിക്കോട്ടെ ഭരണാധികാരി സാമൂതിരിയായിരുന്നു. അപ്പോൾ അറബി കച്ചവടക്കാരെയൊക്കെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശികൾ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഏതാണ്? ഹുത്തുഫൽ മുബീനാണ്. ഹുത്തുഫൽ മുബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായ വിജയം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഏതിനെ പ്രകീർത്തിച്ചുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചാലിയം കോട്ടയിലെ വിജയത്തെ. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള അറബി കാവ്യമാണ് ഏത്? ഹത്തുഫുൽ മുബീൻ, വ്യക്തമായ വിജയം. ഇനി നമ്മൾ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് നോക്കുന്നത്. സാമൂതിരിയുടെ നാവികപ്പടയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? കുഞ്ഞാലി മരക്കാരാണ്. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം ഏതാണെന്നറിയോ? മരക്കാർ കോട്ടയാണ് കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം. അപ്പോൾ സാമൂതിരിയുടെ നാവികപ്പടയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? കുഞ്ഞാലി മരക്കാരാണ്. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് മരക്കാർ കോട്ടയാണ്. മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നറിയോ? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്താണ്. അത് കോഴിക്കോടാണ്. വടകരയ്ക്കടുത്തുള്ള പുതുപ്പണം. പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ചോദിച്ചാൽ അത് കുഞ്ഞാലി മരക്കാരാണ്. അപ്പോൾ സാമൂതിരിയുടെ നാവികപ്പടയ്ക്ക് നേതൃത്വം നൽകിയത് കുഞ്ഞാലി മരക്കാരാണ്. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം മരക്കാർ കോട്ടയാണ്. മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് വടകരയ്ക്കടുത്തുള്ള പുതുപ്പണമാണ്. പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര്? കുഞ്ഞാലി മരക്കാറാണ്. ഫുത്തുഫുൽ മുബീൻ രചിച്ചത് ആരാന്നറിയോ? ഖാസി മുഹമ്മദാണ്. ഫുത്തുഫൽ മുബീൻ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഖാസി മുഹമ്മദാണ്. പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിലെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും ഓടിച്ചു. ഏത് വർഷം? 1663 ഈ ഡച്ചുകാർ, നമ്മുടെ പോർച്ചുഗീസുകാരാണല്ലോ ആദ്യം വന്നത്. അപ്പോൾ ആ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയത് 1663. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണെന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? 1741 കുളച്ചൽ യുദ്ധം നടന്നു. 1741. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചതാരെന്നറിയോ? ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത്. ഇനി അടുത്തൊരു ബോക്സിലായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്നും ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ മാർത്താണ്ഡവർമ്മയുടെ ഇതിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനായിരുന്നു ആരാണെന്ന് ചോദിച്ചാൽ അറുമുഖം പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യ ദിവാനായിരുന്നു അറുമുഖം പിള്ള. പിന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ്വസൈന്യാധിപനാരായിരുന്നു എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ കുമാരസ്വാമി പിള്ളയാണ്. ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് സർദാർ KM പണിക്കരാണ്. തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആരാ ചോദിച്ചാൽ അത് അറുമുഖം പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ എടുത്ത് ചോദിച്ചാൽ അത് കുമാരസ്വാമി പിള്ളയാണ്. മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപരിൽ പ്രമുഖനാരാണ്? രാമയ്യൻ ദളവയാണ്. മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപരിൽ പ്രമുഖനാരാണ്? രാമയ്യൻ ദളവയാണ്. മാർത്താണ്ഡവർമ്മയുടെ പ്രമുഖ സർവാധികാരൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയൊക്കെ വിഭജിച്ചു. ആരാണ്? ഏത് റവന്യൂ മന്ത്രി അന്നത്തെ? മല്ലയ്യൻ ശങ്കരൻ. അപ്പം തിരുവിതാംകൂറിലെ ആദ്യ ദിവാന അറുമുഖം പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ കുമാരസ്വാമി പിള്ളയാണ്. മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപരിൽ പ്രമുഖൻ രാമയ്യൻ ദളവയാണ്. മാർത്താണ്ഡവർമ്മയുടെ പ്രമുഖ സർവാധികാരിക്കാരൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ചത് മല്ലയ്യൻ ശങ്കരനാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അടുത്ത് നോക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ബ്രിട്ടീഷുകാരെ കേരളത്തിലെത്തിയ വർഷം 1615. ഉളച്ചൽ യുദ്ധം 1741. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം 1663. ഓക്കെ. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം 1615. പാണ്ഡികശാലകൾ അതായത് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ സ്ഥലങ്ങൾ വിഴിഞ്ഞമുണ്ട്, തലശ്ശേരിയുണ്ട്, അഞ്ചുതെങ്ങും. അപ്പോൾ പാണ്ഡികശാലകളൊക്കെ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയിട്ടുള്ള സ്ഥലങ്ങൾ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങും. ഇനിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയിൽ നിന്നും കോട്ട പണിയാനുള്ള അനുവാദമൊക്കെ നേടിയെടുത്ത സ്ഥലം അഞ്ചുതെങ്ങ്. അങ്ങനെ അഞ്ചുതെങ്ങിൽ കോട്ട പണിതു അല്ലേ. അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധമുണ്ടായിരുന്ന നാട്ടുകാർ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് എന്ത് പറയുന്നത്? ആറ്റിങ്ങൽ കലാപം. ഓക്കെ. അങ്ങനെ അഞ്ചുതെങ്ങ് കോട്ട പണിതപ്പോൾ അതിൽ സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ അങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായിട്ടൊക്കെ പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചു. അതിന് പറയുന്ന പേരായി നമ്മുടെ ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? ഗീഫോർഡ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ചോദിച്ചാൽ ഗീഫോർഡാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഇതേ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് 1721. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ഏതാണ്? ശ്രീരംഗം പട്ടണം സന്ധിയാണ്. അപ്പം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗം പട്ടണം സന്ധി ഒപ്പിട്ട വർഷം 1792. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കുവാൻ നിർബന്ധിതമായ വർഷം 1792. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ അംഗീകരിച്ച ഉടമ്പടി നടന്ന വർഷം 1792.
തൊണ്ണൂറ്റിയഞ്ച്. ഇനിയും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളിലെ പഴശ്ശി കലാപം ആദ്യം നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയതാരാണ്? കേരളവർമ്മ പഴശ്ശിരാജയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയതാരാണ്? കേരളവർമ്മ പഴശ്ശിരാജയാണ്. മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ. അടുത്ത് പറയുന്ന പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പോർ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവരാരെ? കൂട്ടത്തിൽപ്പെടാത്തത് ശരിയായതെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. ആരൊക്കെയാണ് സഹായിച്ചത്? ചെമ്പൻ പോക്കർ, കൈത്തേരി അബുനായർ, എടച്ചേന കുങ്കന്, വയനാട്ടിലെ കുറിച്ച് നേതാവായ തലയ്ക്കൽ ചന്തു. ആരൊക്കെയായിരുന്നു? ചെമ്പൻ പോക്കർ, കൈത്തേരി അബുനായർ, എടച്ചേന കുങ്കൻ നായർ, പിന്നെ നമ്മുടെ തലയ്ക്കൽ ചന്തു. അങ്ങനെ പഴശ്ശിരാജ വധിക്കപ്പെട്ടു എന്ന് 1805 നവംബർ 30. ഓക്കെ. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം എന്നായിരുന്നു 1793 to 1797. രണ്ടോ 1800 to 1805. ഒന്നാം പഴശ്ശി വിപ്ലവം 1793, 1797. 1793, 1797. രണ്ടാം പഴശ്ശി വിപ്ലവം 1800, 1805. ഓക്കെ ആണല്ലോ. ഇനി പഴശ്ശിരാജയെക്കുറിച്ചിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. കേരള സിംഹം എന്നറിയപ്പെടുന്നത്, നാം പരീക്ഷയിൽ ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ആരറിയപ്പെടുന്ന? പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കേരള സിംഹം, പിന്നെ അതുപോലെ തന്നെ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ വിശേഷണമുള്ളത് ആരാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവൽ ഏതാണെന്നറിയോ? കേരള സിംഹം. അപ്പം നമുക്കറിയാം കേരള സിംഹം എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചിട്ട് എഴുതിയെന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ? കാരണം കേരള സിംഹം എന്നറിയപ്പെടുന്നത് തന്നെ പഴശ്ശിരാജയാണ്. പക്ഷെ ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ അത് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരമൊക്കെ വിഴുങ്ങി പഴശ്ശിരാജാവ് എന്ത് ചെയ്തെന്നറിയോ? ആത്മഹത്യ ചെയ്തതായിട്ട് പരാമർശിക്കുന്നു. ആ നോവലിൽ അങ്ങനെ പരാമർശിക്കുന്നു, കേരള സിംഹം എന്നുള്ള നോവലിൽ. ഇനി പഴശ്ശി സ്മാരകം എവിടെയാണെന്നറിയോ? മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മാനന്തവാടിയിലാണ്. തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെ തുടർന്ന് പ്രതിഷേധിച്ച തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവ. കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചി ദിവാൻ ആരാണ്? പാലിയത്തച്ഛൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ വേലുത്തമ്പി ദളവ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആ വിളംബരം എന്താണ്? അതാണ് നമ്മുടെ കുണ്ടറ വിളംബരം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തൊക്കെ പോരാടാൻ വേലുത്തമ്പി ദളവ എന്ത് ചെയ്തെന്നറിയാം? ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ ഒരു വിളംബരം പുറപ്പെട്ടു. ആ ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണ് ചോദിക്കാമെന്നല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1809 ജനുവരി 11. 1809 ജനുവരി 11. വർഷം മാത്രം പഠിച്ചാൽ പോരാ, മാസവും ദിവസവും അറിഞ്ഞിരിക്കുക. 1809 ജനുവരി 11. ഏത് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്? ഏതാ? കോളിൻ മെക്കാളെ. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം ഏതാണെന്നറിയോ? മണ്ണടി ക്ഷേത്രമാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി ക്ഷേത്രം. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണെന്നറിയോ? കണ്ണമ്മൂല, തിരുവനന്തപുരം. അപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടിയാണ്, മണ്ണടി ക്ഷേത്രമാണ്. അപ്പം നമ്മുടെ ഇവരുടെ ശരീരം കെട്ടിത്തൂക്കി ബ്രിട്ടീഷുകാർ. അതെവിടെ? കണ്ണമ്മൂല, തിരുവനന്തപുരം. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയ സ്ഥലം മദ്രാസ്. തിരുവിതാംകൂറിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവുതൂക്ക സമ്പ്രദായമൊക്കെ നടപ്പിലാക്കിയതാരാണ്? ബ്രിട്ടീഷുകാരാണ്. ഓക്കെ. ഇനി റെയിൽ പാതയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചതാരാണ്? ബ്രിട്ടീഷുകാരാണ്. വർഷം ഓർത്തിരിക്കുക, 1861. എവിടെ തൊട്ട് എവിടം വരെയായിരുന്നു? ബേപ്പൂർ ടു തിരൂർ. 1861 ബേപ്പൂർ ടു തിരൂർ.
മലബാറിലെ കൃഷിക്കാർ, ജന്മിമാർ, നാടുവാഴികൾ, ബ്രിട്ടീഷുകാർ എന്നിവർക്കെതിരെ നടത്തിയ കലാപങ്ങൾ അറിയപ്പെടുന്ന പേരാണിത് മാപ്പിള കലാപങ്ങൾ. മാപ്പിള കലാപങ്ങൾ ആർക്കെതിരെ നടന്നു? മലബാറിലെ കൃഷിക്കാർ, ജന്മിമാർ, നാടുവാഴികൾക്കൊക്കെതിരെ നടത്തിയ കലാപമാണ് മാപ്പിള കലാപങ്ങൾ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണെന്നറിയോ? ലോഗൻ കമ്മീഷനാണ്. ലോഗൻ കമ്മീഷനാണ് മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷന് നമ്മൾ ലോഗൻ കമ്മീഷനാണ്. ഇനിയപ്പോൾ നമുക്ക് മലബാർ കലാപത്തെക്കുറിച്ച് നോക്കാം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് ഇത് മലബാർ കലാപം അഥവാ മാപ്പിള ലഹള. അപ്പോൾ ഈ മലബാർ കലാപം ആരംഭിച്ചതെന്ന് 1921. 1921 മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണെന്നറിയാമോ? തിരൂരങ്ങാടിയാണ്. തിരൂരങ്ങാടി. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണ്? തിരൂരങ്ങാടി. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിനു ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടതാരെയാണ്? അലി മുസ്ലിയാരെയാണ്. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായിട്ട് അവരോധിക്കപ്പെട്ടതാരെയാണ്? അലി മുസ്ലിയാരെയാണ്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ആരാണെന്നറിയോ? ടി.എൽ. സ്ട്രേജ് ആണ്. പണ്ടാരം വക ഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? സർക്കാർ ഭൂമിയാണ്. പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം അറിയപ്പെടുന്ന പേരെന്താണെന്നറിയോ? പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ്. പണ്ടാരപ്പാട്ട വിളംബരം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. 1865. 1865 തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് 1896 പാസാക്കിയ നിയമമാണ് ഇത് ജന്മി കുടിയാൻ നിയമം. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നതെന്നാണ് 1914. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്ത സാധനങ്ങളാണ് നാളികേരം, ശർക്കര, കശുവണ്ടി ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് പിന്നെയുണ്ട് കുരുമുളകുണ്ട്, അടക്കയുണ്ട്, നമ്മുടെ ഇരുമ്പയിരൊക്കെയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലോട്ട് ഇറക്കുമതി ചെയ്യുന്നത് തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. ചരക്കു ഗതാഗതം സുഗമമാക്കാൻ ബ്രിട്ടീഷുകാർ തുറമുഖങ്ങൾ എവിടെയൊക്കെ സ്ഥാപിച്ചു? കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. കനോലി പ്ലോട്ട്. ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്കിൻ തോട്ടമൊക്കെ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് കനോലിയാണ്. അപ്പോൾ 1500 ഏക്കറോളം കനോലിയിൽ വെച്ച് പിടിപ്പിച്ച തേക്കിൻ തോട്ടം പിന്നീട് കനോലി പ്ലോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ചയാണ് അടുത്തത്. ബ്രിട്ടീഷ് കാലത്തിൽ കേരളത്തിൻ്റെ തോട്ടം മേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങളാണ് തേയില, കാപ്പി, റബ്ബർ. അങ്ങനെ കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ഏതായിരുന്നു? ആലപ്പുഴയാണ്. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ആലപ്പുഴ. 1889 കേരളത്തിൽ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത്. പിന്നെ ഓട്ട് കമ്പനികൾ നമ്മുടെ ഫറൂഖ്, കൊല്ലം, ഒല്ലൂർ ഇവിടെയൊക്കെ ഉയർന്നു വന്നു. കൈത്തറി നിർമ്മാണശാലകൾ കണ്ണൂർ, കോഴിക്കോട് വന്നു. ബീഡി വ്യവസായം വളർന്നു വന്നത് കണ്ണൂരിലാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതാണ്, ഈ ബോക്സാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പം വിവിധ വ്യവസായശാലകളും അതെവിടെയാണ് ഉള്ളത്? പുനലൂർ പേപ്പർ മില്ല് എവിടെയാണ്? കൊല്ലം. FACT എവിടെയാണ്? എറണാകുളം. കുണ്ടറ സിറാമിക്സ് കൊല്ലം ജില്ലയിലാണ്. റബ്ബർ ബക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിൽ. അളഗപ്പ തുണി മില്ല് കൊച്ചിയിൽ. നമ്മൾ നോക്കിയാൽ പുനലൂർ പേപ്പർ മില്ല് കൊല്ലം, FACT ആലുവ എറണാകുളം, കുണ്ടറ സെറാമിക് കൊല്ലം ജില്ല, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി, അളഗപ്പ തുണി മില്ല് കൊച്ചി. കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ചോദിച്ചാൽ അത് നെടുങ്ങാടി ബാങ്കാണ്. കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യകാല ബാങ്കുകൾ ഏതൊക്കെയാണ്? ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്.
കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യകാല ബാങ്കുകളാണ് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്. സാംസ്കാരിക മേഖലയിലെ സ്വാധീനം, ബ്രിട്ടീഷ് സ്വാധീനമാണ് നോക്കുന്നത്. കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് ആരുടെ ഫലമായിട്ട്? അപ്പോൾ യൂറോപ്യന്മാരുടെ. കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് ഏത് വിദേശ ശക്തിയുടെ പരിശ്രമ ഫലമായെന്ന് ചോദിച്ചാൽ അത് യൂറോപ്യന്മാരാണ്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആരാണ്? ജസൂട്ട് മിഷണറിമാരാണ്. ജസൂട്ട് മിഷണറിമാർ. അടുത്ത പോയിന്റ്, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിൽ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? അർണോസ് പാതിരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയത് ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസും മലയാള ഭാഷയിൽ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയുമാണ്. ഇനി കേരള ഗ്രന്ഥശാല സംഘം. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവാരാണ്? P.N. പണിക്കരാണ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവാരാണ്? P.N. പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ P.N. പണിക്കർ ജനിച്ച വർഷം 1909. ഈ ഗ്രന്ഥശാല പ്രവർത്തകനാണ് P.N. പണിക്കർ എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എഴുതിയ ജന്മസ്ഥലം ഏതാണെന്നറിയോ? ആലപ്പുഴയിലാണ് ജനിച്ചത്. പിന്നെ P.N. പണിക്കരുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിലെ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായ വർഷം 1945ലാണ്. P.N. പണിക്കരുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിലെ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായത് 1945ലാണ്. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം കേരള ഗ്രന്ഥശാല സംഘമായ വർഷം എന്നാണ്? 1956ലാണ്. 1956ലാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം കേരള ഗ്രന്ഥശാല സംഘമായ വർഷം 1956ലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. അത്രയേ ഉള്ളൂ സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് മിഷണറി സംഘവും പ്രവർത്തന മേഖലയും. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കൊച്ചിയും തിരുവിതാംകൂറും. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ മലബാറുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കുക. ആ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണേത്? സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആണെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോൾ ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലിയും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? രാജ്യസമാചാരമുണ്ട്, പശ്ചിമോദയമുണ്ട്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ പുറത്തിറക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പോൾ അത് എവിടെയാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? 1847 തലശ്ശേരിയിൽ അല്ലേ. രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം 1847 തലശ്ശേരി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്നറിയോ? ഗൗരി പാർവതി ഭായിയാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് കേരളത്തിൽ ആദ്യമായി നടത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ മലബാറിൽ. മാതാവ് വഴിയുള്ള പിന്തുടർച്ച അവകാശം അറിയപ്പെടുന്ന പേരെന്താണെന്നറിയോ? മരുമക്കത്തായമാണ്. മാതാവ് വഴിയുള്ള പിന്തുടർച്ച അവകാശം അറിയപ്പെടുന്ന പേരാണ് മരുമക്കത്തായം. ഇനി ഇവിടെ അടുത്തത് സ്വാമി മക്കത്തായം കൊണ്ട് നോക്കാം. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കുന്നതാണ് മക്കത്തായം. ഇപ്പം മക്കത്തായമുണ്ട്, മരുമക്കത്തായമുണ്ട്. അപ്പോൾ ഒരു തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കുകയാണെങ്കിൽ ഇതിൽ മക്കത്തായവും, പിന്നെ അമ്മ മാതാവ് വഴി പിന്തുടർച്ച അവകാശം അറിയപ്പെടുന്നതാണെങ്കിൽ മരുമക്കത്തായം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ
നമുക്കറിയാം സ്വാമി വിവേകാനന്ദ പടം കൊടുത്തിട്ട് മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിട്ടിത്തം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സവർണ നടക്കുന്ന വഴിയിൽ കൂടി അവർ നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാർ, കേരളം ഒരു ഭ്രാന്താലയം എന്നൊക്കെ പറഞ്ഞ സ്വാമി വിവേകാനന്ദനാണ് അല്ലേ. അപ്പോൾ ഇതിലൂടെ ഓർത്താൽ മതി, ഈ വാക്കുകളും സ്വാമി വിവേകാനന്ദൻ്റെയാണ്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തെക്കൻ തിരുവിതാംകൂറിൽ പോരാട്ടം നടത്തിയത് ആരാണ്? ചാന്നാർ സ്ത്രീകളാണ്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തെക്കൻ തിരുവിതാംകൂറിൽ പോരാട്ടം നടത്തിയത് ആരാണ്? ചാന്നാർ സ്ത്രീകളാണ്. ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ലഭിച്ച വർഷം എന്നാണ്? 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ലഭിച്ചത് 1859. മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാളാണ്. അപ്പം ഇതിനുള്ള അവകാശമൊക്കെ കൊടുത്തത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃക സ്ഥാനമാണിതെന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഇപ്രകാരം അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. ഓക്കെ, അപ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃക സ്ഥാനമാണിതെന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ അരുവിപ്പുറം ക്ഷേത്രത്തിന് മുൻപിലാണ്. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകനാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനിയും ദൈവദശകവും ആത്മോപദേശ ശതകം. ആഴമേറും നിന്മഹസ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. ഇത് ഏതിലെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിലെ വരികളാണ്. പിന്നെ അടുത്തത് കൊടുത്തിട്ടുണ്ട് അവനിവൻ എന്നറിയുന്നത് ഓർക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ആത്മോപദേശ ശതകം. ശ്രീനാരായണ ഗുരുവിൻ്റെ അകത്തെ വരികളാണ്, ഓർത്തിരിക്കുക. അടുത്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉത്ബോധിച്ച സാമൂഹ്യ പരിഷ്കർത്താവരാണ്? അതും ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണെന്ന് പ്രഖ്യാപനം എപ്പോഴാണ് പറഞ്ഞത്? ആലുവയിലെ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയപ്പോൾ പറഞ്ഞത് ആരാ? അതും ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം ഓർത്തിരിക്കുക. എന്നാണ്? 1924. 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നറിയോ? ടി.കെ. മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്നറിയോ? ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നറിയോ? റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായിയുമാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. ഈ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഓർത്തിരിക്കുക, പല പ്രാവശ്യം പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ്, ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹമാണ് ഇത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം അല്ലേ? സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരെന്നറിയാവോ? കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനി വിവിധ സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളുമാണ്. സമത്വ സമാജം ആരുടെയാണെന്നറിയോ? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ചു ആര്? ചാവറ കുര്യാക്കോസ് എലിയച്ചൻ. പിന്നെ സാധുജന പരിപാലന സംഘം ആരുടെയാണെന്നറിയാവോ? അയ്യങ്കാളിയുടെയാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടെയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ, ഒരു മുസ്ലിമായിട്ടുള്ള ആരുടെ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി ആത്മവിദ്യാസംഘം ആരുടെയാ? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. സഹോദര പ്രസ്ഥാനം ആരുടെയാണെന്നറിയോ? സഹോദരൻ നയ്യപ്പൻ. ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. അരയ സമാജം ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, ഇനിയും നായർ സർവീസ് സൊസൈറ്റി NSS മന്നത്ത് പത്മനാഭൻ. യോഗക്ഷേമ സഭയോ? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയോ? കുമാര ഗുരുദേവൻ. പിന്നെ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഡോക്ടർ പൽപ്പു. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ. അപ്പോൾ അവിടെ ഒരു ആനന്ദം, ബ്രഹ്മാനന്ദ കണ്ടോ?
ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മബോധോദയ സംഘമോ ശുഭാനന്ദ ഗുരുദേവൻ്റെ. ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവനാണ്. ജാതിനാശിനി സഭ ആരുടെയാണെന്നറിയോ? ആനന്ദ തീർത്ഥനാണ്. അപ്പോൾ ഇത്രയും കാര്യം നമുക്കൊന്നുകൂടെ നോക്കാം. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ചത് കുര്യാക്കോസ് ചാവറയച്ചനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ വക്കം അബ്ദുൾ ഖാദർ മൗലവി. ആത്മവിദ്യാസംഘം വാഗ്പടാനന്ദൻ. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ. യോഗക്ഷേമസഭ വീട്ടി പട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഡോക്ടർ പൽപ്പു. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. ഇനിയും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ആര്? കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കേളപ്പനുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം എന്നായിരുന്നു? 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ആര്? AKG. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമർദ്ദനത്തിനിരയായ നേതാവാണ് ആര്? P. കൃഷ്ണപിള്ള. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കേളപ്പനാണ്. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AKG. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമർദ്ദനത്തിൻ്റെ നേതാവാണ് P. കൃഷ്ണപിള്ള. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? അതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. 1936 നവംബർ 12. 1936 നവംബർ 12. മലബാറിൽ ആരാധന സ്വാതന്ത്ര്യം ലഭിക്കാനിടയായ വിളംബരമാണ് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരം. കൊച്ചിയിൽ ആരാധന സ്വാതന്ത്ര്യം ലഭിക്കാനിടയായ വിളംബരം കൊച്ചി രാജാവിൻ്റെ വിളംബരമാണ്. ഇനി തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന എന്നാണെന്നറിയോ? 1936 നവംബർ 12. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. മലബാറിൽ 1947 ജൂൺ 2. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ജൂൺ 2. കൊച്ചിയിൽ 47 ഡിസംബർ 20. അപ്പം തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിലൊന്നുപോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം എന്നാണ്? 1916. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആരായിരുന്നു എന്നറിയാവോ? ആനി ബസന്റ്. ഓക്കെ. ഇനി 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? 1916 അല്ലേ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നു. അതിലെ പ്രധാനപ്പെട്ട അധ്യക്ഷ ആനി ബസന്റ് ആണ് അല്ലേ. പിന്നെ എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ് നടന്നത് അല്ലേ. പാലക്കാടായിരുന്നു സമ്മേളനം നടന്ന. ആ കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ഓർത്തിരുന്ന ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, മൊയ്തു മൗലവി, MB നാരായണ മേനോൻ. അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണെന്നറിയോ? 1920. 1920. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? മഞ്ചേരി. ഓക്കെ. 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. എന്തൊക്കെയായിരുന്നു? ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്തൊക്കെ ചർച്ച ചെയ്തു. ഗാന്ധിജി കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1920. 1920 ഗാന്ധിജി കോഴിക്കോട്ടെത്തിയിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് ആരെന്നറിയോ? ഷൗക്കത്ത് അലിയാണ്. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് ആരാണ്? ഷൗക്കത്ത് അലി. ഇനിയും ഗാന്ധിജിയുടെ കേരള സന്ദർശനമാണ്. ഗാന്ധിജി ആദ്യമായിട്ട് ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് എന്നാണ്? 1920. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
1920 ഓഗസ്റ്റ് 18 കേട്ടോ. രണ്ടാമതോ 25 മാർച്ച് 8. കേരളത്തിൽ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് 1920 ഓഗസ്റ്റ് 18. രണ്ടാമത് 25 മാർച്ച് 8. മൂന്നാമത് വന്നത് 27 ഒക്ടോബർ 9. ഹരിജൻ ധനസമാഹരണത്തിനായിട്ട് നാലാമത് വന്നു, 34 വന്നു 1934 ജനുവരി 10. പിന്നെ അവസാനമായിട്ട് 37 ജനുവരി 12 എന്നൊക്കെയാണ്. 20 വന്നു, 25 വന്നു, 27 വന്നു, 34 വന്നു, 37 വന്നു. ഓക്കെ ആണല്ലോ. ഇതിലെ വർഷവും മാസവും ദിവസവും ഒക്കെ ഓർത്തിരിക്കുക. ആദ്യം വന്നത് 1920 ഓഗസ്റ്റ് 18, പിന്നീട് 1925 മാർച്ച് 8, മൂന്നാമത് 1927 ഒക്ടോബർ 9, 4 1934 ജനുവരി 10, 5 1937 ജനുവരി 12. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം ഏതാണ്? മലബാറാണ്. മലബാർ. ഏറനാട്, വള്ളുമനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടമാണ് മലബാർ കലാപം. വർഷം 1921. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പയ്യന്നൂർ ഉപ്പ് നിയമം ലംഘിച്ച് ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിനാണ് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ. പയ്യന്നൂരിലെ നേതൃത്വം കേളപ്പനും, കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയത് വർഷം ഏതാണ്? 1939. ഇനിയും പ്രഭാതം എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1934 ഷൊർണൂർ. പ്രഭാതം എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1934 ഷൊർണൂർ. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം ചോദിച്ചാൽ അത് പ്രഭാതമാണ്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം ഏതാ? പ്രഭാതമാണ്. ആദ്യ പത്രാധിപർ EMS നമ്പൂതിരിപ്പാടാണ്. മാനേജർ രാമചന്ദ്രൻ നെടുങ്കാടിയായിരുന്നു. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? EMS ആണ് ആരംഭിച്ചത്. 1934 ആരംഭിച്ചത്. ആദ്യ പത്രാധിപൻ അപ്പോൾ EMS തന്നെയാണ്. മാനേജർ രാമചന്ദ്രൻ നെടുങ്കാടിയാണ്. ഓക്കെ, കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ് കയ്യൂർ സമരം, മോറാഴ സമരം, കരിവെള്ളൂർ അല്ലേ. ഇപ്പം ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? VA കേശവൻ നായരാണ്. ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് VA കേശവൻ നായരാണ്. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് ഏത്? വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി നാടകമുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന പൂക്കോട്ടൂർ യുദ്ധമാണ്. 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവം ചോദിച്ചാൽ അത് പൂക്കോട്ടൂർ യുദ്ധമാണ്. 1921 എന്തായിരുന്നു? മലബാർ കലാപം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവമാണ് ഇത്? പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത്. അടുത്തത് ചേറ്റൂർ ശങ്കരൻ നായർ. ശ്രീ ശങ്കരൻ നായർ. നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേയൊരു മലയാളി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേയൊരു മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചത് എവിടെയാണ്? പാലക്കാടാണ്. INC പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം എന്നായിരുന്നു എന്ന് വെച്ചാൽ 1897 അമരാവതി സമ്മേളനം. അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കാനിടയായ സംഭവം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയാണ്. ഇനി വാഗൺ ട്രാജഡിയാണ്. അതിനു മുന്നേയായിട്ട് ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രചിച്ച ഗ്രന്ഥമാണ് ഇത്? ഗാന്ധിജിയും അരാജകത്വവും. ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കുന്ന വാഗൺ ട്രാജഡിയാണ്. വർഷം 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് ഇത്? വാഗൺ ട്രാജഡി. 1921 നവംബർ 10. വർഷം മാസം ദിവസം ഓർത്തിരിക്കുക. വാഗൺ ട്രാജഡി 1921 നവംബർ 10 ആണ്. ഓക്കെ,
മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് ഇതെങ്ങനെ അറിയപ്പെടുന്ന വാഗൺ ട്രാജഡി. 1921 നവംബർ 10. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാരാണെന്നറിയോ? ടി.എസ്. ഹിച്ച്കോക്കാണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിലെ സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് പോത്തന്നൂർ സ്റ്റേഷനാണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏതാണ്? പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണെന്നറിയോ? AR നേപ്പ് കമ്മീഷനാണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചതാരാണെന്നറിയാവോ? സുമിത്ത് സർക്കാരാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചതാരാണ്? സുമിത്ത് സർക്കാരാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരൂരാണ്. വാഗൺ ട്രാജഡി സ്മാരകം തിരൂരാണ്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്കാണ്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. മലബാർ കലാപകാരികൾ കൊല്ലപ്പെടുത്തിയ പോലീസ് മേധാവി അത് ഹിച്ച്കോക്കാണ്. ഹിച്ച്കോക്ക് സ്മാരകം എവിടെയാണെന്ന് വെച്ചാൽ ഹിച്ച്കോക്കിൻ്റെ സ്മാരകം പണിതത് ബ്രിട്ടീഷുകാരാണ്. ഇനി തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം ഇതായിരുന്നു. മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ വർഷം 1891 1891. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണെന്നറിയോ? ബാരിസ്റ്റർ GP പിള്ളയാണ്. അപ്പം മലയാളി മെമ്മോറിയൽ വർഷം 1891 നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 10,000-ലധികം പേർ ഒപ്പിട്ട് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മറാണ്ടമാണ് ഇത് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു T. രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ശങ്കര സുബയ്യ. ഓർത്തിരിക്കുക, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു T. രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. ഇനി ഇവിടെ നോക്കാനുള്ളത് ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച മഹാരാജാവിന് ഒരു മെമ്മറാണ്ടം സമർപ്പിച്ചത്. അതാണ് ഈഴവ മെമ്മോറിയൽ. വർഷം 1896. മലയാളി മെമ്മോറിയൽ 1891. ഈഴവ മെമ്മോറിയൽ 1896 വർഷം. ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുമാണ്. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ച പേരിൽ നാട് കടത്തിയ സ്വദേശാഭിമാനി പത്രാധിപനായിരുന്നു രാമകൃഷ്ണ പിള്ള. സർക്കാർ ഔദ്യോഗികങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണമൊക്കെ വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഇത് നിവർത്തന പ്രക്ഷോഭം. വർഷം അറിയാവോ? 1932. ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവനാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിന് കാരണമായത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. അത് വർഷമെന്ന് വെച്ചാൽ 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നറിയോ? പട്ടം താണുപിള്ളയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് 1938. ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ഇത് പുന്നപ്ര വയലാർ സമരം. വർഷം 1946. പുന്നപ്ര വയലാർ സമരം 1946 കേട്ടോ. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് C കേശവനാണ്. ഇനി പുന്നപ്ര വയലാർ സമരം 1946. അമേരിക്കൻ മോഡൽ ഭരണം ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിൽ സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര സമരം. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ്. പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. തുലാപ്പത്ത് സമരം എന്നറിയപ്പെടുന്നതുമേതാണ് നമ്മുടെ പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഏത്? അമേരിക്കൻ മോഡൽ
അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആരാന്നറിയോ? CK കുമാരപ്പണിക്കറാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് കുമാരപ്പണിക്കറാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാന്നറിയോ? VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവൽ, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ഉലക്കയാണ്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിയിട്ട് P കേശവദേവ് രചിച്ച നോവലാണിത്, ഉലക്ക. പിന്നെ C കേശവൻ്റെ വരികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1938 കടയ്ക്കലിലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത C കേശവനാണ്. പിന്നെ കൊച്ചി ദിവാനായ ഷൺമുഖം ഷെട്ടി വൈദ്യുതി വിതരണ സ്വകാര്യ കമ്പനിയെ അതിനെതിരെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. വർഷം 1936. ഇലക്ട്രിസിറ്റി സമരം വർഷം 1936 കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനുണ്ടായ സമരം ഇലക്ട്രിസിറ്റി സമരമാണ്. കൊച്ചിയിൽ രാഷ്ട്രീയ സമരങ്ങൾ ശക്തമാകുന്നതിന് കാരണമായത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണ്. ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ കുറിച്ച് നോക്കാം. കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. നിലവിൽ വന്നത് 1941 ജനുവരി 26. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 26. 1941 ജനുവരി 26. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്നറിയോ? ഇരിങ്ങാലക്കുടയിലാണ്. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 26. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്നറിയോ? ഇരിങ്ങാലക്കുടയാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനായിരുന്നു AFW ഡിക്സൺ. ഇനി കൊച്ചി രാജ്യമണ്ഡലം രൂപീകൃതമായ വർഷം 1941. ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നേതൃത്വം നൽകിയത് നീലകണ്ഠ അയ്യർ, കൃഷ്ണൻ എഴുത്തച്ഛനൊക്കെയാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇക്കണ്ടവാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, അയ്യപ്പൻ. ദേശീയ പ്രസ്ഥാനങ്ങളും സ്ത്രീകളും എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ടോപ്പിക്കുമാണ്. അപ്പോൾ നോക്കി, കേരളത്തിൽ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരങ്ങളാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്നിങ്, അയിത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് മഹിളാ സമ്മേളനം നടന്ന വർഷം 1931. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനമാണേത്? കോൺഗ്രസിന് 1930 കേരളത്തിൻ്റെ ആദ്യ മഹിളാ സമ്മേളനമാണ് 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനം. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് AV കുട്ടിമാളു അമ്മയാണ്. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? അക്കാമ ചെറിയാനുമുണ്ട്, ആനി മസ്കറിനുമുണ്ട്. ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ആഭരണങ്ങൾ മുഴുവൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗാന്ധിജിക്ക് നൽകിയ 16-കാരിയാണ് കൗമുദി. ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ആഭരണങ്ങൾ മുഴുവനും ഗാന്ധിജിക്ക് നൽകിയ 16-കാരിയാരാണ്? കൗമുദിയാണ്. ഓക്കെ. ഇനി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചതല്ല. അപ്പം നമുക്കറിയാം തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ്? അക്കാമ ചെറിയാനാണ്. അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. കേരളത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അതും അക്കാമ ചെറിയാനാണ്. ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗപ്പൂർ സമ്മേളനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? 1926 നാഗപ്പൂർ സമ്മേളനമാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റപ്പാലമാണ്. അതിലെ അധ്യക്ഷനായിരുന്നു ആര്? ബാരിസ്റ്റർ T പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആര്? ബാരിസ്റ്റർ T പ്രകാശം, അല്ലേ? T പ്രകാശമാണെന്നറിയപ്പെടുന്ന. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ആരാന്നറിയോ? നെഹ്റുവാണ്. നെഹ്റു
കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് പയ്യന്നൂർ. ഐക്യ കേരള പ്രസ്ഥാനം. ഓക്കെ, ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാകാൻ KPCC ഉപസമിതി രൂപീകരിച്ച് 1946 ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചത് KP കേശവ മേനോനാണ്. ഐക്യ കേരളം എന്ന ആശയം എന്താ ആദ്യമായിട്ട് ഉന്നയിച്ചതെന്നൊന്ന് ഓർത്തിരിക്കുക. 1928 ഏപ്രിൽ നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണ് ഓക്കെ ഈ ഒരു ആശയം ഉന്നയിച്ചത്. ആദ്യ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് 1947 1947 ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കേളപ്പനാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലുവയിലാണ് നടന്നത്. ഇനി ഐക്യ കേരള പ്രമേയത്തേക്ക് തുടർന്ന് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായി എന്ന് 1949 ജൂലൈ 1 തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായി. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന EMSൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. ഏതാണെന്നറിയോ? 1.25 കോടി മലയാളികൾ എന്നുള്ള ഗ്രന്ഥമാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ. ഓക്കെ, അങ്ങനെ കേരള സംസ്ഥാനം എന്ന നിലവിൽ വന്ന 1956 നവംബർ 1. ഇനി നമ്മൾക്കറിയാം നമ്മുടെ സംസ്ഥാനം കേരളമാണ്. ഹൈക്കോടതി എറണാകുളം. മൃഗം ഏതാ? ആനയാണ്. പക്ഷി മലമുഴക്കി വേഴാമ്പൽ. പുഷ്പം കണിക്കൊന്ന. ഫലം ചക്ക. ജില്ലകൾ 14. മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, ഇളവൻകോട് താലൂക്കുകൾ. ഏതൊക്കെയായിരുന്നു? മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങളാണ് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് താലൂക്കുകൾ. ഓക്കെ, കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കാസർഗോഡുമുണ്ട്, ഹോസ്ദുർഗുമുണ്ട്. കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗങ്ങളാണ് കാസർഗോഡും ഹോസ്ദുർഗും. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാരെന്നറിയോ? NV കൃഷ്ണവാര്യരാണ്. അപ്പോൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗങ്ങളാണ് കാസർഗോഡും ഹോസ്ദുർഗും. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. കുറേ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു, ഒരു ടോപ്പിക്കാണെന്ന് പറയാം. അപ്പോൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ചാപ്റ്ററുമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.